ഇതാണോ നബിയെ സ്നേഹിക്കുന്നത്? ഇങ്ങനെയാണോ നബിയെ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാഥയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയുക, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു 2%. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. നബിദിനത്തിനെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ നബിദിനത്തിന് ചോദ്യം ചെയ്യുകയോ ചെയ്താൽ അതിന് വലിയ റീച്ച് കിട്ടുന്ന ഒരു കാലമാണ്. ഞാനൊരു ലേഡിയുടെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ അവർ ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും പണം ചിലവാക്കിയിട്ട് ഇങ്ങനെ നബിദിനം ആഘോഷിക്കുന്നത്? നബിദിനം ഹറാമാണെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയും പണം ചിലവാക്കിയിട്ട് നബിദിനം ആഘോഷിക്കുന്നതൊക്കെ ഒരു ശരിയായ രീതിയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. നാദിയ അങ്ങനെ എന്താണ് അവരുടെ പേര്. അവർ ചോദിക്കുന്നൊരു പ്രധാന കാര്യം, ആ പണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ വലിയ വിവാഹമോ വലിയ വിദ്യാഭ്യാസമോ അതിനൊക്കെ കൊടുത്തൂടെ? ഇതിൽ അവർ പറയുന്ന വാക്കുകളൊന്ന് കേട്ടോക്ക്. എന്താണ് ഈ കാണുന്ന പ്രഹസനം? ഇതാണോ നബിയെ സ്നേഹിക്കുന്നത്? ഇങ്ങനെയാണോ നബിയെ സ്നേഹിക്കേണ്ടത്? റബീഉൽ അവ്വൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാഥയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയുക, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഈ ജാഥയിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു 2% പോലും കറക്റ്റായിട്ട് 5 വഖത്ത് നമസ്കരിക്കാത്ത ആളുകളായിരിക്കാം ഈ പ്രഹസനം വർഷത്തിൽ ഒരിക്കലും കാണിക്കുന്നത്. അപ്പൊ ഇതിന് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകളും സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയുക, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും പൈസന്റെ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ വീടുണ്ടാക്കി കൊടുക്കാനോ രോഗികളെ സഹായിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. ഇത് പ്രഹസനമാണ്. കാര്യം ഒരു 7-8 വർഷമായിട്ട് ഒരു GCC കൺട്രിയിൽ താമസിച്ച് ഞാൻ കാണാത്തൊരു കാര്യമാണിത് ഇവിടെ ഈ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നബിദിനത്തിന് ഒരു അവധി കിട്ടും എന്നുള്ളതിന്റെ അല്ലാണ്ട് ഈ പ്രഹസനം ഞാൻ ലോകത്തെവിടെയും കണ്ടിട്ടില്ല. അപ്പോൾ ഈ ചിലടത്ത് വായിച്ചിട്ടുണ്ട് ഈ ബർത്ത്ഡേ ആഘോഷിക്കലൊക്കെ ഹറാമാണ് എന്നുള്ളത്. അപ്പോൾ നബിയോട് അത്ര സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ സമുദായത്തിലെ പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സഹായിക്കണോ, അങ്ങനെയാണ് നബിയോടുള്ള സ്നേഹം കാണിക്കേണ്ടത്, അല്ലാണ്ട് ഈ പ്രഹസനത്തിനല്ല. പിന്നെ ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ പല ഹലാൽ കമന്റുകളും എന്റെ ഇൻബോക്സിൽ വരും. അല്ലെങ്കിൽ ഇൻബോക്സിൽ തെറിവിലും ത്രട്ടും നീ നിന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. ഞാൻ എന്തിനാണ് ഈ പല ആളുകൾ അവിടെ ഇവിടെ നിന്നിട്ട് പലതും പറയും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ ചില ആളുകൾ ചോദിക്കും, എന്താ പറയാ, ഇത് വേറുള്ള മതത്തിൽ നടക്കുന്നില്ലേ, വേറുള്ള ആളുകളും ചെയ്യുന്നില്ലേ, വേറുള്ള മതത്തിലും ഇതുപോലുള്ള പ്രഹസനങ്ങളും എന്താ പറയാ അന്ധവിശ്വാസങ്ങളും ഒക്കെ നടക്കുന്നില്ല, അതിനെക്കുറിച്ചൊക്കെ നിനക്ക് എന്താ പറയാത്ത, നീ സംഖ്യയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. വേറുള്ള മതത്തിനെ കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല. അത് ഞാൻ പറഞ്ഞാൽ അത് വർഗീയതയാണ്, മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് പറയാനായിട്ട് അവരുടെ മതത്തിൽപ്പെട്ട ആളുകളുണ്ടാവും. അവര് പറഞ്ഞോട്ടെ, അവർ അഡ്രസ് ചെയ്തെങ്കിൽ ചെയ്തോട്ടെ, എനിക്കതിന്റെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? താങ്ക് യു. എല്ലാ റെസ്പെക്റ്റോടു കൂടി ഞാൻ പറയട്ടെ, ഒരു കൂട്ടർ അവരുടെ സന്തോഷത്തിന് അവരിഷ്ടപ്പെടുന്ന ഒരാളുടെ നബിദിനം അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ മറ്റുള്ളവർക്ക് എന്തിനത്ര അസ്വസ്ഥത? മിനിമം ആ ഒരു ചിന്ത മാത്രം ഉണ്ടായ പോരെ. ഏതൊരു വിഭാഗം ആയിക്കോട്ടെ, നമുക്ക് വിശ്വാസമില്ലാത്തൊരു വിഭാഗം എന്തോ ആയിക്കോട്ടെ, അവരുടെ ഇഷ്ടത്തിന് ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അവർ നബിദിന റാലി നടത്തിയിട്ടോ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ അസ്വസ്ഥതപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു സങ്കുചിത മനോഭാവമല്ലേ? ഈ മനോഭാവം ഒരു പുരോഗമന സമൂഹത്തിൽ ചേർന്നാണോ? പ്രത്യേകിച്ച് ഈ സ്ത്രീ ഒരു പുരോഗമന ലേഡിയാണ്. അവർ മറ്റുള്ളവരുടെ വിശാല മനസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. ഇവരുടെ വീഡിയോ ഒക്കെ ഞാൻ കാണലുണ്ട്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ആലോചിച്ചൂടെ? അത് ഒരു കൂട്ടർ അവരുടെ ഇഷ്ടത്തിന് അവരുടെ ഇഷ്ടമുള്ളൊരു പ്രവാചകൻ്റെ സ്നേഹം, ആ ഒരു ഹുബ്ബ് അവരിങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത്. അവർ കള്ളു കുടിക്കുന്നില്ലല്ലോ, അവർ തുണിയിച്ചിട്ടാടണില്ലല്ലോ, അവർ അനാവശ്യ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമുള്ള രീതിയിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ അസ്വസ്ഥനാവണത് എന്തിനാണ് എന്നൊരു മിനിമം കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇവർ ഈ വീഡിയോയിൽ ഇങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ റാലിയൊക്കെ നടത്തി അവരെ സന്തോഷം പ്രകടിപ്പിക്കുന്നു, കുറേ കുട്ടികൾക്ക് സ്വീറ്റ്സുകൾ കിട്ടുന്നു, കുറേ സ്വീറ്റ്സുകൾ അങ്ങോട്ട് കൊടുക്കുന്നു, ഇതര സമൂഹങ്ങൾ പ്രവാചകനെക്കുറിച്ച് അറിയുന്നു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവരുടെ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എങ്കിൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കാം. നമുക്ക് താല്പര്യമില്ലാത്ത എന്തൊക്കെ ഈ ഭൂമിയിലുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടാത്ത വിശ്വാസങ്ങളുണ്ട്, നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. നമ്മളൊരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യൽ? അത് അവരുടെ വിശ്വാസം, അത് അവരുടെ രീതികൾ, അവരുടെ പാടായി. അപ്പം അങ്ങനെ വിടാൻ വേണ്ടി മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പോൾ നബിദിനത്തിനോട് ഇത്ര കലിപ്പുണ്ടായിക്കഴിഞ്ഞാൽ ഒന്ന് റീച്ച് കിട്ടും. നബിദിനം ഒരു പരമ്പരാഗതക്കാരുടെ ഒരു രീതിയാണ്. അവർക്കൊരു വിവരം വിദ്യാഭ്യാസം ഇല്ല എന്നൊരു ധാരണ ഉണ്ട്. അതൊക്കെ വിട്ടേക്ക്. ഹബീബായ നബിയോടുള്ള സ്നേഹം അത് ഓരോരുത്തർ വഹിക്കുന്ന രൂപത്തിൽ പ്രകടിപ്പിക്കട്ടെ. അതിനിങ്ങനെ ക്രിമികടിയൊന്നും വേണ്ട. അത് തൽക്കാലം നിർത്തിയേക്ക്. ഏതായാലും ഇവർക്ക് നമ്മുടെ അൻസാരി സുഹൂർ ഉസ്താദ് വളരെ കൃത്യമായ മറുപടി കൊടുക്കുന്നുണ്ട്. നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം
അത് നബിദിനത്തിൻ്റെ അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായിപ്പോയന. പൊന്നാരനാദിയ, മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ലക്ഷക്കണക്കിന് രൂപ, അതിൽ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ ഫിത്തർ സക്കാത്തിൻ്റെ അരി, ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്. ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. നബിദിനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ലി ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യുകയാണ്. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി, ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പം നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇവിടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടി, ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ എന്തെങ്കിലും പ്രയാസവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്ത് നടക്കുന്നു. അതിൻ്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഒരു നബിദിനം വർഷത്തിലൊരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന് ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു. അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി സമീപത്തോട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിൻ്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പം നമ്മുടെ നബിദിന റാലി പോകുന്ന സമയത്ത് മറ്റ് സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഗ്രഹാതുരത്വം, ഐക്യവും പാരസ്പര്യമൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെൻറ് നോക്കിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷൻ്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിൻ്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. ത്വാമുത്താം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വസന്തമാണ്. ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങളിവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, ഒന്നുകൂടെ പറയാണ്, ഈ ചാരിറ്റി എന്നൊന്നും പറഞ്ഞ് തമാശയാക്കരുത്. ഒരു കാര്യം ഞാൻ പറയാം, ആരെന്തൊക്കെ പറഞ്ഞാലും നബിദിനം എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങളിനി എന്തൊക്കെ തെളിവുകൾ നിരത്തിയാലും അത് ഹബീബായ റസൂലുള്ളാഹി നടത്തിയിട്ടില്ല, സ്വഹാബികൾ നടത്തിയിട്ടില്ല, അന്നത്തെ ആളുകൾ ആരും നടത്തിയിട്ടില്ലെങ്കിലും നമ്മൾ നമുക്ക് വയ്ക്കുന്നത് പോലെ നമ്മുടെ ഹുബ്ബ് നബി നമ്മൾ കാണിക്കും. അത് ഒരിക്കലും അള്ളാഹ്ക്കും ഹബീബായ റസൂലുള്ളാഹിക്കും ഇഷ്ടപ്പെടാത്തതല്ല എന്നുള്ളത് 100% നമുക്ക് ബോധ്യമുണ്ട്. നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, ബോധ്യമുള്ളവരത് ചെയ്തോട്ടെ, വെറുതെ വിട്ടേക്ക്. എന്തിനാണ് നബിദിനം ആഘോഷിക്കുന്നവരോട് ഇത്രയും വളരെ സഹിഷ്ണുതയോടുകൂടി നിങ്ങൾ സംസാരിക്കുന്നത്? ഓരോരുത്തരും അവരുടെ വിശ്വാസവും ഇഷ്ടവും അനുസരിച്ച് ജീവിക്കട്ടെ, അതല്ലേ അതിൻ്റെ ഒരു ശരി.